നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരം നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. എന്നാലും അഷ്ടമത്തിലാണ് ശനി. അപ്പോൾ അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന കാരണം കൊണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് ഒരു രോഗം മാറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ രോഗം എന്ന് പറയുന്ന രീതിയിൽ സ്വസ്ഥതക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. മാത്രമല്ല പ്രധാനമായിട്ടും ദാമ്പത്യ സുഖക്കുറവ് പോലുള്ള കാര്യങ്ങൾ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ അകൽച്ച കൂടാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ്. അത് മാത്രമല്ല അന്യസ്ത്രീ ബന്ധം, പ്രേമം, മറ്റ് പ്രേമബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീ സംബന്ധമായിട്ട് ധനനഷ്ടം, പേരുദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. വാഹന സംബന്ധമായിട്ടും ഈ പറഞ്ഞുള്ള ധനനഷ്ടത്തിന് യോഗമുണ്ട്. ആവശ്യമില്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ചും 2 വീലർ യാത്ര. എന്തായാലും 11-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ തന്നെ പറയാം. പക്ഷേ ദൈവാധീനം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇഷ്ടസ്ഥാനത്താണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ ഉച്ച ബലവാനായിട്ട് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ വലിയൊരു തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. എങ്കിലും ഇടയ്ക്ക് തലവേദന, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷൻ, നടുവേദന പോലെയുള്ള രോഗങ്ങൾ, സുഹൃത്തുക്കൾ അകന്നു പോകാൻ ഇടവരിക, സുഹൃത്തുക്കൾ മുഖാന്തരം കുടുംബസ്വത്തിൽ സ്വസ്ഥത കുറയാനിടവരിക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുണ്ട്. പ്രിയ കലഹോസ്തത എന്ന് പറയുന്ന യോഗം ചെയ്ത് 7 ശുക്രൻ നിൽക്കുന്നവരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള യോഗമുണ്ട്. രാഹുവും കേതുവിൻ്റെ ലഗ്നത്തിലും 7-ലും നിൽക്കുന്നത് കാരണം കൊണ്ട് ഒരു ബന്ധനദോഷം എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരിക, അതിനുശേഷം മാത്രം അനുകൂലമാകുന്ന ഒരു അവസ്ഥയുള്ള ഒരു സമയമാണ്. അപ്പോൾ അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ വരുന്ന 23-ാം തീയതിക്കുള്ളിൽ തൊഴിൽ കിട്ടുകയാണെങ്കിൽ അനുകൂലമാണ്. ഫെബ്രുവരി 23-നുള്ളിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 7-ാം ഭാവത്തിലേക്ക് ചൊവ്വ വരുമ്പോൾ, ശുക്രനോട് ചേർന്ന് വരുമ്പോൾ അത്രയ്ക്കൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലം പറയാൻ സാധിക്കില്ല. കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. മാത്രമല്ല ആദിത്യനും ബുധനോടും ചേർന്നാണ് നിൽക്കുന്നത്. ഒത്തിരി തടസ്സങ്ങളുണ്ടെങ്കിലും പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി PSC ഒക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് നിയമനം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ വേറെ സ്ഥലത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതും അനുകൂലമാണ്. പ്രത്യേകിച്ച് അധ്യാപനം, ബിസിനസ്, ബാങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗുണാനുഭവങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കും യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും നല്ല പ്രാർത്ഥന ഉണ്ടായാൽ മാത്രമേ ഈ ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. പിന്നെ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന രോഗങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സ്വന്തമായിട്ടുണ്ടാക്കുന്ന ശത്രുക്കളുടേതായിരിക്കുന്ന ദോഷം ഈ സമയത്തില്ലെങ്കിൽ പോലും 23-ാം തീയതിക്ക് ശേഷം ബാധകാധിപത്യം വഹിച്ചിട്ട് ശത്രുസ്ഥാനാധിപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണമുണ്ട് കുറച്ച് കാലപ്പഴക്കമുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ചും പിതാവിൻ്റെ കുടുംബത്തിലുള്ള ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാടുകൾ കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.